السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن أنس رضي الله عنه أنه قال: كان النبي صلى الله عليه وسلم أحسن الناس خلقا، وكان لي أخ يقال له أبو عمير، قال أحسبه فطيما. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവരായിരുന്നു, മുന്തിയവരായിരുന്നു. ഖുലുഖൻ, സ്വഭാവത്താൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ, ഉദാത്തമായ, ഏറ്റവും മുന്തിയ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ഏറ്റവും നല്ല സ്വഭാവമുடைய ആളായിരുന്നു. വകാനലി അഹുൻ, എനിക്ക് ചെറിയ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. യുഖാലു ലഹു അബു ഉമൈർ, ആ സഹോദരന്, ആ കുട്ടിക്ക് പറയപ്പെടുക അബു ഉമൈർ എന്നാണ്. ഒരു ചെറിയ സഹോദരൻ. അത് എൻ്റെ ഉപ്പാക്കുള്ളതല്ല, എൻ്റെ ഉമ്മ ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അവർക്ക് അബൂ ത്വൽഹ എന്നവരിൽ ജനിച്ച കുഞ്ഞാണ് ഈ അബൂ ഉമൈർ എന്ന് പറയുന്ന കുട്ടി. ഹദീസിൽ പ്രസിദ്ധമായൊരു സംഭവം ഉണ്ടല്ലോ. മഹാനവറുകളുടെ ഒരു കുഞ്ഞിന് രോഗം ബാധിച്ച് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് വളരെ സങ്കടമായി. അങ്ങനെ മഹാനവറുകൾ നബിതങ്ങളെ പോയി തങ്ങളോട് സങ്കടമൊക്കെ പറഞ്ഞ് വന്നപ്പോഴേക്ക് കുട്ടി മരണപ്പെട്ടു. അങ്ങനെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആ വിവരം അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കാതെ മഹാനവറുകൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തു. അങ്ങനെ രാത്രിയിൽ അവര് നന്നായി ശാരീരികമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അങ്ങനെ പിന്നെയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വളരെ തന്ത്രപരമായി യുക്തിപൂർവം, നമ്മുടെ അയൽക്കാർ നമുക്കൊരു സാധനം വായ്പ തന്നാൽ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഒരു ആരിയത്ത് അത് തിരിച്ചു പിടിച്ചു എന്ന രീതിയിൽ മഹാനവറുകൾ ആ കഥ പറയുന്നുണ്ടല്ലോ. ആ ബീവി ഉമ്മു സുലൈം പറയുന്നുണ്ട്. അപ്പൊ ആ കുട്ടിയാണിത്. അപ്പൊ ആ കുട്ടി കുറഞ്ഞ കാലമേ ജീവിക്കൂ എന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബു ഉമൈർ, ഉമൈർ അറിഞ്ഞ തസ്ഗീറാണ്, ചുരുക്കവാചകത്തിൽ പറയാ തസ്ഗീർ. അപ്പൊ അങ്ങനെ സംബോധന ചെയ്തത് എന്ന് പറയാറുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പൊ എൻ്റെ ആ സഹോദരൻ, ആ കുട്ടിക്ക് അബു ഉമൈർ എന്ന് പറയാ. ഖാല അഹ്സിബുഹു ഫതീമൻ, ആ കുട്ടി മുലകുടി മാറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ ധരിക്കുന്നത്. അതിന്റെ മുലകുടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. വക്കാന ഇദാ ജാഅ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ ഈ കുട്ടിയുമായിട്ട് തമാശയിൽ ഏർപ്പെടും. കുട്ടിയെ കളിപ്പിച്ച് കുട്ടിയോട് നർമ്മൊക്കെ പറഞ്ഞിട്ട്, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്തമായൊരു സ്വഭാവ. എല്ലാവരോടും വളരെ നല്ല രീതിയിൽ വർത്തിക്കും. കുട്ടികളോട് വളരെ വാത്സല്യത്തോടെ പെരുമാറും. അവരോട് തമാശ പറയും, അവരെ ചിരിപ്പിക്കും, കളിപ്പിക്കും, അവർക്ക് സന്തോഷമേകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ തങ്ങൾ വന്നാല് ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കും, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, ഓ അബൂ ഉമൈറെ, നമ്മുടെ നുഗൈർ എന്ത് ചെയ്തു? നുഗൈർ എവിടെ, എന്താണ് അവസ്ഥ എന്ന് ചോദിക്കും. നുഗൈർ എന്ന് പറഞ്ഞാൽ നുഗറിന്റെ തസ്ഗീറ. നുഗർ എന്ന് പറഞ്ഞാൽ ഈ കൊക്ക് ചുവന്ന കുരുവിയെ പോലെയുള്ള ഒരു ചെറിയ കിളി, അതിനേക്കാണ് നുഗൈർ എന്ന് പറയാം. അപ്പൊ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു കിളി ഉണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. ഈ ഹദീസിൽ ധാരാളം പാഠങ്ങളുണ്ട് എന്നാണ്. 60-ലേറെ കർമ്മശാസ്ത്ര പാഠങ്ങൾ തന്നെ ഈ ഹദീസിലുണ്ട്, ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് അങ്ങനെ കളിക്കാൻ കൊടുക്കാം. ഈ ജീവികളെ കാണാനും അതിന്റെ ശബ്ദങ്ങൾ കേട്ട് ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ വളർത്താലോ. ഈ ഖഫസിൽ, ഈ കൂട്ടിലിട്ട് വളർത്താം. അതിനെ പരിപാലിക്കണം, ആവശ്യമായ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് മാത്രം. ഈ കൂട്ടിലൊക്കെ ഇട്ടിട്ട് പക്ഷികളെ വളർത്താറുണ്ട്, അതൊക്കെ പറ്റും. അതുപോലെ മാതാപിതാക്കൾക്ക് അതിന് സൗകര്യം ചെയ്തു കൊടുക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിടപെടുന്നുണ്ടല്ലോ. അപ്പൊ ഈ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിളിയുണ്ടായിരുന്നു, അത് മരിച്ചുപോയി, അത് ജീവൻ പോയി. അപ്പൊ അതിന്റെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ കുട്ടി. അപ്പൊ അത് മനസ്സിലാക്കിയ തങ്ങൾ ചോദിക്കുകയാണ്, അബൂ ഉമൈറെ മാ ഫഅല നുഗൈർ,
എന്താണ് നമ്മുടെ ആ കൊച്ചു കിളിയുടെ അവസ്ഥ, അതെന്തായി, എന്ത് ചെയ്തു എന്ന് ചോദിച്ച് ആശ്വസിപ്പിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കണ്ടോ, അപ്പൊ നുഗറുൻ കാന യൽഅബു ബിഹി, ഈ നുഗറുൻ കാന യൽഅബു ബിഹി, ആ കുട്ടി കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കിളിയാണത്. അതിനെ സംബന്ധിച്ചാണ് ചോദ്യം. തങ്ങളുടെ സ്വഭാവമാണ്, മുന്തിയ സ്വഭാവം. ഫറുബ്ബമാ ഹദറ സ്വലാഹ് വഹുവ ഫീ ബൈതിന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വീട്ടിലായിരിക്കെ ചിലപ്പോൾ നിസ്കാരത്തിന്റെ സമയമാകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നബിതങ്ങൾ ഇരിക്കുന്ന തന്റെ താഴെയുള്ള ആ വിരിപ്പുണ്ടല്ലോ, അത് കുടയാൻ വൃത്തിയാക്കാൻ കൽപ്പിക്കും. ഫയുക്കുന സ്വപ്പത് അടിച്ചു വാരി വൃത്തിയാക്കപ്പെടും, അതിന് മേൽ വെള്ളം തെളിക്കും. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിസ്കരിക്കും, ഞങ്ങളും തങ്ങളെ പിറകിരുന്ന് നിസ്കരിക്കും. അപ്പൊ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും മുന്തിയ സ്വഭാവത്തിനുടമയാണ് തങ്ങള് എന്ന് പറഞ്ഞതിന്റെ ഒരു സാക്ഷ്യമാണ് കുട്ടികളോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധർമ്മത്തിൽ ഏർപ്പെടുകയും കളിക്കുകയും ചെയ്തിരുന്നു. അത് പറയാൻ അനസ് റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ കാന ഹസനൻ നാസി ഖുലുഖൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ഹദീസിൽ ധാരാളം പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളൊക്കെ വിശദീകരിച്ച കൂട്ടത്തിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, കുട്ടികൾ അങ്ങനെയുള്ള ഉസ്ഫൂർ കിളികളെ കൊണ്ട് കളിക്കൽ അനുവദനീയമാണ്. രക്ഷിതാക്കൾ അതിന് സൗകര്യം ചെയ്തു കൊടുക്കൽ അനുവദനീയമാണ്. അതുപോലെ പ്രയാസമില്ലാതെ സംസാരം പ്രാസമൊപ്പിച്ച് വരികയാണെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പൊ യാ അബ ഉമൈർ മാ ഫഅലൻ നുഗൈർ എന്ന് പ്രാസൊപ്പിച്ചു വന്നല്ലോ, അതൊന്നും കുഴപ്പമില്ല. അതുപോലെ കുട്ടികളോട് ധർമ്മത്തിൽ ഏർപ്പെടുക, അവരെ സന്തോഷിപ്പിക്കുക, ഇതൊക്കെ വളരെ നല്ല വഴക്കമാണ്. അതൊക്കെ ഈ ഹദീസ് ഉൾക്കൊള്ളുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ ആ സ്വഭാവത്തെ പിൻപറ്റി നല്ല സ്വഭാവികളായി ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.